ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട്. തൻ്റെ അച്ഛനും അമ്മക്കുമിടയിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ഒരിക്കലും ഇവിടുത്തെ സാറിൻ്റെ മകളല്ല ഞാൻ. അമ്മയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായിരിക്കണം. അതിലാണ് ഞാൻ ജനിച്ചത്. എന്നാലും അത്രയും വിശ്വാസത്തോടെ അച്ഛൻ്റെ കൂടെ കഴിഞ്ഞതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഇതെല്ലാം ആലോചിച്ച് അലീന ഓരോ ദിവസവും തള്ളി നീക്കാണ് അവിടെ. ആ സമയത്തെല്ലാം അലീനയെയും ബാലചന്ദ്രനെയും ചേർത്ത് ഓരോ കഥകൾ ഉണ്ടാക്കുന്നുണ്ട് വൈജയന്തി. ബാങ്കിൽ പോകുന്ന സമയങ്ങളെല്ലാം സാവിത്രി അമ്മയോട് പറയും, അമ്മയുടെ കണ്ണ് എപ്പോഴും അവളുടെ മേലെ വേണം. ജ്വല്ലറിലേക്കെന്ന് പറഞ്ഞു പോയ ബാലാജിതനും പല ദിവസങ്ങളും തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എൻ്റെ വൈജയെ, നീ എന്തൊക്കെയായി ഈ പറയുന്നത്? ബാലചന്ദ്രന് അങ്ങനെയൊരു സ്വഭാവമുണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെന്താ ഇത്രയും കാലം എപ്പോഴും ഓഫീസിലെന്ന് പറഞ്ഞ് അവിടെ കടകളിലും ഷോപ്പുകളിലൊക്കെ പോയിരുന്ന ബാലചന്ദ്രൻ എന്തിനാ ഏത് സമയം വീട്ടിലിരിക്കുന്നത്? അതവൻക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ? ഇപ്പം അടുത്തല്ലേ ഒരു നെഞ്ചുവേദന വന്ന് ചെറിയൊരു അറ്റാക്കാണെന്ന് ഡോക്ടർ അന്ന് പറഞ്ഞത്. അതൊക്കെ നീ മറന്നുപോയോ? അതൊക്കെ ഒരു അഭിനയായിട്ടാ എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും വൈജയന്തിയുടെ മകളാണ് അലീന എന്ന കാര്യം. അതിനോടാണ് അയാൾക്ക് വല്ലാതെ ജീവിതത്തോട് മടുപ്പും വല്ലാതെ ഒരു അസ്വസ്ഥതയും തോന്നി തുടങ്ങിയത്. അങ്ങനെയാണ് കേട്ടോ ബാലചന്ദ്രൻ ഇടയ്ക്കൊക്കെ ക്ഷീണം തോന്നി വീട്ടിലേക്ക് വരാൻ തുടങ്ങുന്നത്. അതും പറഞ്ഞുകൊണ്ട് വൈജയന്തി ഇങ്ങ് പോകുമ്പോൾ അലീനയെ ഒന്ന് തറപ്പിച്ച് നോക്കുന്നുണ്ട്. അലീന എല്ലാം കേട്ടെന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവാണ്. നീ അതൊന്നും കേട്ടിട്ട് വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. അവൾക്ക് ഇതുപോലെ എല്ലാവരും സംശയം. എന്തിനാ മാഡം എല്ലാവരെയും ഇങ്ങനെ സംശയിക്കുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചാൽ മുത്തശ്ശി സത്യം പറയാമോ? എന്താ മോളെ, എന്താ? അല്ല, മാഡത്തിന് ആ സാറിനെ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമില്ലായിരുന്നോ? ഇഷ്ടമില്ലാതെയാണോ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചത്? അതെന്ത് ചോദ്യം മോളെ? ഇഷ്ടമില്ലാണ്ടാണോ? അവർക്ക് 3 മക്കൾ ജനിച്ചില്ലേ? എന്നാലും വിവാഹത്തിന് മുമ്പേ ആരെങ്കിലും നിർബന്ധിച്ചതാണോ എന്ന് ചോദിക്കാനും പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് മുത്തശ്ശി ഒന്ന് നെടുവീർപ്പിടുന്നുണ്ട്. പിന്നെ എന്തോ മറച്ചു വെക്കാൻ നോക്കുന്ന പോലെ. അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞ് അവളെ അങ്ങ് സമ്മതിപ്പിച്ചു. അതെന്താ താല്പര്യമില്ലായത്? ഇഷ്ടപ്പെട്ട ആളെയല്ലേ വിവാഹം കഴിക്കേണ്ടത്. അങ്ങനെ നിർബന്ധിക്കാൻ പാടുണ്ടോ? അവളുടെ അച്ഛന് അവരുടെ അഭിമാനമൊക്കെ ആയിരുന്നു നോക്കിയത്. അവളുടെ വീടിൻ്റെ പാരമ്പര്യം ഒക്കെ നോക്കിയ മോളെ വിവാഹം കഴിച്ചത്. അതിന് ബാലചന്ദ്രൻ സാറിൻ്റെ അച്ഛന് അവിടുത്തെ ജോലിക്കാരനാണെന്നല്ലേ പറഞ്ഞത്. പക്ഷേ എന്തോ എനിക്കറിയില്ല, ആ ഒരു സമയത്ത് കുഞ്ഞിരാമൻ അങ്ങനെയാണ് ചെയ്തത്. കുഞ്ഞിരാമനേട്ടൻ അങ്ങനെയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട അലീനയ്ക്ക് തന്നെ മനസ്സിലായി. അതിൽ തന്നെ മുത്തശ്ശി എന്നോട് പറയാതെ പലതും മറച്ചു വെക്കുന്നുണ്ട്. അത് ആരോടും പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും മകളുടെ ആ രഹസ്യം മുത്തശ്ശി മറച്ചു വെക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാനുണ്ടോ. അതിനുശേഷം തൻ്റെ കാലുകളെല്ലാം ശരിയായ മുത്തശ്ശി അലീനയോട് പറയുന്നുണ്ട്, മോളെ ഇന്ന് നമുക്ക് കൈപ്പള്ളിയിലേക്കൊന്ന് പോയാലോ? അതെന്താ മുത്തശ്ശി? ഇവിടെ വൈജയന്തി മാഡത്തിനോട് പറയണ്ടേ? ഞാൻ അവൾക്ക് ഫോൺ വിളിച്ച് പറഞ്ഞോളാം. എൻ്റെ 1-2 ബുക്സും എൻ്റെ ഡ്രസ്സുകളൊക്കെ എടുക്കണം. അതിന് നമുക്ക് ആളെ വിട്ട് എടുത്താൽ പോരെ? അത് വേണ്ട, എനിക്ക് അവിടേക്കൊന്ന് പോകണം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ കുഞ്ഞിരാമേട്ടൻ ഉറങ്ങുന്നത് അവിടെയല്ലേ, അതൊന്ന് കാണുകയും വേണം. പിന്നെ എനിക്കെന്തോ അവിടെ പോകണമെന്ന് വല്ലാതെ മനസ്സ് പറയുന്നു. എന്നാൽ ശരി മുത്തശ്ശി, നമുക്ക് പോവാം. ഞാൻ എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വൈജയന്തിയെ വിളിച്ച് മുത്തശ്ശി കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അമ്മ ഇപ്പോൾ പോകണോ? ഞാൻ വന്നിട്ട് പോയാൽ പോരെ? അത് വേണ്ട, ഞാനും അലീനയും കൂടെ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. എന്നാലേ വൈകുന്നേരം ഞാൻ നിങ്ങളെ വന്ന് കൂട്ടിക്കോളാം. 2 പേരും അവിടെ തന്നെ നിന്നോ എന്ന് പറയണം. ശരി എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും അലീന റെഡിയായി വന്നിട്ടുണ്ടാവും. അങ്ങനെ 2 പേരും കൂടെ കൈപ്പള്ളിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ആദ്യം കിടന്ന ആ റൂമിലേക്കല്ല കേട്ടോ, മുത്തശ്ശിയും കുഞ്ഞിരാമേട്ടനും കൂടെ ഉപയോഗിച്ചിരുന്ന ആ റൂമിലേക്കാണ് പോകുന്നത്. ഞാനും ഏട്ടനും കൂടെ ഒരുപാട് കളിയും തമാശകളും ഒരുപാട് ഞങ്ങളുടെ ജീവിതങ്ങൾ നിറഞ്ഞ ഒരു റൂമായിരുന്നത്. ഇവിടേക്ക് എത്തുമ്പോൾ എനിക്കെന്തോ അദ്ദേഹം എൻ്റെ അടുത്തുള്ള പോലെയാണ് മോളെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും മുത്തശ്ശി ഇവിടെ ഇരുന്ന് ഭർത്താവ് എനിക്ക് ആലോചിച്ച് കുറച്ച് സമയം തനിയായിരിക്കും, ഞാൻ ശല്യമാവുന്നില്ല എന്ന് പറഞ്ഞ് അലീന പുറത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് ടെറസിലൊക്കെ നോക്കുന്നുണ്ട്. കമലാണെങ്കിലോ താഴെ തിരക്കിട്ട് ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലായിരിക്കും. അങ്ങനെ കമല അലീനയോട് പറയുന്നുണ്ട്, നീ വൈജയന്തി വന്നിട്ടില്ലേ, നീ അമ്മയും കൂടെ ഇവിടുന്ന് പോവുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ പോയിട്ട് ദാ വരുന്നു എന്ന് പറയാട്ടോ. ഹരിശങ്കറിന് ഒട്ടും തന്നെ പോകാൻ താല്പര്യമില്ല. എന്നാലും കമൽ അവനെ നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ ആ വീട്ടിനുള്ളിൽ മുത്തശ്ശിയും അലീനയും മാത്രമാണ്. അങ്ങനെ മുത്തശ്ശിയടുത്ത് മുത്തശ്ശിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്ന് പാക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മോളെ എൻ്റെ
ഒരു രാമായണ പുസ്തകം ഉണ്ടാവും, അതൊന്ന് നോക്കിക്കേ എന്ന് പറയണേ. എവിടാ മുത്തശ്ശി വെച്ചിട്ടുള്ളത്? അതെ, അവിടെ ആളിലൊക്കെ ഉണ്ടാവും. അങ്ങനെ അവിടെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് അലീനയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുന്നത്. അവിടെ ഒരു റൂമിൽ പഴയ ഒരുപാട് പുസ്തകങ്ങൾ ഇരിക്കുന്നത് കാണുന്നുണ്ട്. ആ റൂം അധികം ആരും ഉപയോഗിക്കുന്നില്ല. ഇതുപോലെ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടതാണെന്ന കാര്യം അവൾക്ക് മനസ്സിലാവാണ്. അങ്ങനെ അവിടെ ഉണ്ടോ മോളെ എന്ന് ചോദിക്കാട്ടോ. ആ സമയത്ത് അവിടെ ആ രാമായണ പുസ്തകം കാണുന്നുണ്ട്. പിന്നെ ഒരു പെട്ടിക്കടിയിലായിട്ട് കുറേ പുസ്തകങ്ങൾ താഴേക്ക് ചിന്നി ചിതറി കിടക്കുന്നു. അതെല്ലാം എടുത്ത് അടുക്കി ആ ഒരു പെട്ടിയിലേക്ക് തന്നെ വെക്കുന്ന ഇടയിലാണ് ആ ഒരു പഴയ ഒരു ഫോട്ടോയൊക്കെ കിട്ടുന്നത് കേട്ടോ. പഴയ ഫോട്ടോ എന്ന് വെച്ചാൽ വൈജയന്തിയുടെ പഴയ കോളേജ് ഫോട്ടോകളായിരിക്കും ഒരുപാടുണ്ടാവുക. അത് കണ്ട അലീന അതെല്ലാം ശ്രദ്ധിച്ച് നോക്കുക. ഒരു ഡയറി ആയിരിക്കും കേട്ടോ. ആ ഡയറി അവൾ കണ്ടതും അത് ആ വൈജയന്തിയുടേതാണെന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്. മോളെ എന്താ കിട്ടിയില്ലേ എന്ന് അപ്പുറത്ത് നിന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ ഡയറിയും കയ്യിലെടുത്ത് ആ രാമായണ പുസ്തകവും എടുത്തുകൊണ്ടാണ് കേട്ടോ പുറത്തേക്ക് വരുന്നത്. അവൾ ആരും കാണാതെ ആ രാമായണ ആ ഒരു ഡയറി അവൾ ഒളിപ്പിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വായിക്കാൻ ഒരിക്കലും കഴിയില്ലല്ലോ. അങ്ങനെ അവിടേക്ക് പോട്ടെ എന്ന് കരുതാ. കുറച്ച് സമയം കഴിയുമ്പോൾ വൈജയന്തി വരുന്നുണ്ട്. അങ്ങനെ വൈജയന്തി വന്ന പാടെ അമ്മേ എന്താ കഴിഞ്ഞില്ലേ, റെഡിയായില്ലേ? ഇല്ല മോളെ, റെഡിയായി. പക്ഷേ ഇവിടെ കമലയില്ല. അവളെവിടെ പോയി? ഒരു കൂട്ടുകാരിയെ കാണാനെന്ന് പറഞ്ഞ് അരിയേയും കൂട്ടി പോയിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് പോവാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴും കമലയെടുത്തിയും അരിയും വന്നിട്ടുണ്ടാവും. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും അലീനയുടെ ഉള്ളിലെ ആ ഡയറി കുറിപ്പിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? താൻ അന്വേഷിച്ച് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിലുണ്ടായാൽ മതിയായിരുന്നു എന്നൊരു ചിന്തയായിരിക്കും. അങ്ങനെ അവിടെ എത്തിയ അവളാണെങ്കിലും എല്ലാവരും ഉറങ്ങിക്കഴിയാൻ വേണ്ടി കാത്തിരിക്കാട്ടോ. അവളുടെ റൂമിൽ മുത്തശ്ശി നല്ല ഉറക്കാണെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ അവൾ മെല്ലെ ആ ഡയറി എടുക്കുന്നുണ്ട്. ആ ഡയറിയിലെ ഓരോ താളുകളും മറിച്ചു നോക്കാണ്. ആ ഒരു സമയത്ത് വൈജയന്തി കോളേജിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. വൈജയന്തിയും ആദ്യമായിട്ട് എഴുതിയത് എനിക്കൊരു ആദ്യ പ്രണയമുണ്ടായിരുന്നു. ഇതുവരെ ആരോടും തോന്നാത്ത എനിക്ക് അവനോട് തോന്നി. എൻ്റെ സ്റ്റൈലിൽ ലാലിച്ചൻ അവനാണ് എൻ്റെ ലോകമെന്ന് ഞാൻ വിശ്വസിച്ചു. അവൻ തന്നെയായിരുന്നു എൻ്റെ ലോകം. ഒരിക്കലും വീട്ടുകാർ ഞാനും അവനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കില്ല. കാരണം അവരുടെ പാരമ്പര്യം, മതം ഒക്കെ പ്രശ്നമായിരുന്നു. ലാലിച്ചൻ ഒരു ക്രിസ്ത്യാനിയാണ്. എൻ്റെ അച്ഛനോ ഒരു ഹിന്ദു പെൺകുട്ടി ഒരു ക്രിസ്ത്യാനി ചെക്കനെ വിവാഹം കഴിക്കുന്നത് എല്ലാവർക്കും വലിയ നാണത്തരാണല്ലോ, അവരുടെ കൂട്ടുകുടുംബം ഒക്കെ അറിയുമ്പോഴും. എന്നാലും പ്രണയിച്ചപ്പോൾ അതൊന്നും ഓർത്തില്ല. ഇപ്പോഴതാ വിട്ടുപിരിയാൻ പോലും പറ്റുന്നില്ല. ഞാനും ലാലിച്ചനും അത്രയേറെ ഗണ്ഡമായ പ്രണയത്തിലാണ്. ഇത് വീട്ടുകാരോട് എനിക്ക് തുറന്ന് പറയാനും വയ്യ. പക്ഷേ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. പഠിപ്പ് കഴിഞ്ഞ് ജോലി കിട്ടിയ ഉടനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് താമസിക്കാം. പ്രായപൂർത്തിയായ ഒരു പുരുഷനും ഒരു പെണ്ണും താമസിച്ചുകൊണ്ട് അധിക പ്രശ്നമൊന്നുമില്ലെന്ന് അറിയാം. ആരും അറിയാതെ ഒരു താലി കെട്ടാം. അങ്ങനെ തന്നെ തീരുമാനിച്ച ഞങ്ങൾ അങ്ങ് ദൂരേക്ക് പോയത്. ആ ഒരു സമയത്ത് രണ്ടുപേരും കൂടെ ഹൈദരാബാദിലായിട്ടോ താമസം. ലാലിച്ചൻ അവിടെ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടിക്കാണും. വൈജയന്തിക്കും ഒരു ജോലി ഉണ്ടാവും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വിവാഹം കഴിഞ്ഞു. അവിടെ താമസവും തുടങ്ങി. വളരെ പ്രണയ ദിവസങ്ങളായ ഓരോ ദിവസങ്ങളും ഒരിക്കലും വൈജയന്തിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലായ ജീവിതമായിരുന്നു കേട്ടോ. ഈ ലോകത്ത് ഏറ്റവും നല്ല ഭാഗ്യമുള്ള ദമ്പതികളെന്ന് എല്ലാവരും വിശേഷിക്കപ്പെട്ടു. അത്രയും നല്ല അടിപൊളി ജോഡിയായിരുന്നു. കൂട്ടുകാരും എല്ലാവരും അവരോട് നിങ്ങൾക്ക് ഇത്രയും മനോഹരമായി പ്രണയിക്കുകയും ഇത്ര വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾ ഭാഗ്യവാരാണെന്ന് എല്ലാവരും അവരോട് പറയായിരുന്നു. അങ്ങനെ വൈജയന്തി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു ലാലിച്ചൻ. അതെല്ലാം വ്യക്തമായിട്ട് തന്നെ എഴുതിയതാട്ടോ അലീൻ. ആ ഒരു ഡയറിയിൽ അലീൻ അതെല്ലാം വായിക്കാണ്. വൈജയന്തി പറയുന്ന പോലെ തന്നെ അങ്ങനെ വൈജയന്തി പൂർണ്ണ ഗർഭിണിയാകുന്ന സമയത്ത് അപ്പോഴൊക്കെ ലാലിച്ചൻ്റെ ഒരു കെയറിങ് കാണണമായിരുന്നു. അത്രയേറെ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനെ ഇത്രയേറെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് പോലും പലപ്പോഴും വൈജയന്തി ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം വൈജയന്തിക്ക് 8 മാസം ഗർഭിണിയുള്ള സമയത്താണ് ആ ഒരു ആൾ ലാലിച്ചനെ അന്വേഷിച്ച് അവിടെ എത്തുന്നത്. മറ്റാരുമല്ല, ലാലിച്ചൻ്റെ സഹോദരനും അച്ഛനും ആയിരിക്കും. എന്താ ലാലിച്ച നീ കാണിച്ചത്? നീ ഒരു പെണ്ണിനെ കിട്ടിയെന്ന് കരുതി നിൻ്റെ അച്ഛനെയും അമ്മയും അങ്ങ് മറന്നു കളഞ്ഞോ? നിൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. ഡോക്ടർ ഇനി ആരെയൊക്കെ അറിയിക്കാണ്ടവരെ അവരൊക്കെ അറിയിച്ചോളെന്നാണ് പറഞ്ഞത്. നീ പെട്ടെന്ന് നാട്ടിലേക്ക് വരണം ഞങ്ങളുടെ കൂടെ. 2 ദിവസം കഴിഞ്ഞിട്ട് നിനക്ക് ഇവളെയും കൂട്ടിയിട്ട് അങ്ങ് പോവാം. പക്ഷേ ഇപ്പം നീ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ കൂടെ വരണം എന്ന് പറഞ്ഞ് ലാലിച്ചൻ്റെ അച്ഛനെ അവിടെ എത്തുന്നത്. വൈജയന്തിനെ നോക്കിയിട്ട് ലാലിച്ചൻ ഇല്ല, ഇവളിപ്പോൾ ഗർഭിണിയാണ്, ഇവളെ വിട്ട് എനിക്ക് വരാൻ കഴിയില്ല എന്ന് ആണയിട്ട് പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇവിടെ നിനക്ക് സുഹൃത്തുക്കളും നെയ്ബേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ
ഓരോ കാര്യം പറഞ്ഞ് ഏൽപ്പിക്കും. എന്നിട്ട് താൻ ഞങ്ങളുടെ കൂടെ വാ, അമ്മയുണ്ട്, നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയാണ്. നിനക്ക് നാളെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൾ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ നിനക്ക് എങ്ങനെയായിരിക്കും? ഒടുവിൽ ലാലിച്ചൻ വൈജയന്തി തന്നെ പറഞ്ഞു, ലാലിച്ച പോയിട്ട് വാ, 2 ദിവസത്തെ കാര്യമില്ലുള്ളൂ, അപ്പോഴും ഞാനും മോളും സുഖമായിട്ട് ഇരുന്നിട്ടുണ്ടാവും. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ സുഹൃത്തുക്കളെ ഉദ്ദേശിച്ചാട്ടോ വൈജയന്തി പറയുന്നത്. അങ്ങനെ ലാലിച്ചൻ വൈജയന്തിയെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ വെച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. ആ പോക്ക് പോയിട്ട് പിന്നെ ലാലിച്ചനെ കുറിച്ച് യാതൊരു അറിവും വൈജയന്തിക്കില്ലാട്ടോ. 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയാൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് കണ്ടില്ല. ഓരോ ദിവസം കഴിയുന്തോറും വൈജയന്തിക്ക് ഭയം കൂടിക്കൂടി വന്നു. അവർ പറ്റുന്നിടത്തൊക്കെ അവൾ അന്വേഷിച്ചു. സുഹൃത്തുക്കളുമായി ലാലിച്ചനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയെങ്കിലും യാതൊരു പ്രതികരണമില്ല. അതിലെല്ലാം മനസ്സ് നൊന്ത് 1 മാസം കഴിഞ്ഞു. ഇപ്പോൾ അവൾ പൂർണ്ണ ഗർഭിണിയാണ്. 9 മാസം കഴിഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും പ്രസവ വേദന അടുക്കും. അതെല്ലാം ആലോചിച്ച് വൈജയന്തി ആകെപ്പാടെ പരവേശത്തിലാണ്. ലാലിച്ചനെ കുറിച്ച് യാതൊരു അറിവുമില്ല. അങ്ങനെയാണ് അവളെ തേടി ശിവനും കുഞ്ഞിരാമനും വരുന്നത്. അവരോട് മുന്നിൽ പൊട്ടിക്കരഞ്ഞ വൈജയന്തി, എവിടെ നിന്റെ ഭർത്താവ് എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഉത്തരമില്ലായിരുന്നു. അങ്ങനെ നിന്നെ അവൻ ചതിച്ചുവല്ലേ എന്ന് പറഞ്ഞ് ലാലിച്ചനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവർ വൈജയന്തിയും കൂട്ടിയിട്ട് നാട്ടിലേക്ക് വന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലാണ്ടോ വഴിയിൽ വെച്ച് തന്നെ വൈജയന്തിക്ക് പ്രസവവേദന തുടങ്ങിയിരുന്നു. അങ്ങനെ വൈജയന്തി ആണെങ്കിലോ പ്രസവവേദന കൊണ്ട് പുളയാണ്. ആ ഒരു സമയത്ത് ശിവനോട് കുഞ്ഞിരാമൻ വണ്ടി നിർത്തടാ, ഇവളെ ഹോസ്പിറ്റലിൽ കാണിക്കാം. അങ്ങനെ അവിടെ കണ്ട ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ്. വൈജയന്തിയുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. അങ്ങനെ വൈജയന്തി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. പെൺകുഞ്ഞിനെ ആയിരുന്നു. ആ സമയം തന്നെ ശിവനും കുഞ്ഞിരാമനും കൂടെ ആ കുഞ്ഞിനെ അവിടെയുള്ള ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചു. ആ കുഞ്ഞാട്ടോ അലീന പരിചിത മമ്മിയെ ഏൽപ്പിച്ചു. കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. ബോധം വരുന്നതിന് മുമ്പേ തന്നെ അവർ ഹോസ്പിറ്റലിലെത്തി. അവിടെ ഡോക്ടർമാരോടും നേഴ്സുമാരോടൊക്കെ ആ കുഞ്ഞ് മരിച്ചു പോയെന്ന കാര്യം വൈജയന്തിയോട് പറയണമെന്ന് പറഞ്ഞ് ഷട്ടം കെട്ടിയിരുന്നു. അവർ അതുപോലെ പറയുകയും ചെയ്തു. വൈജയന്തി ഇത് കേട്ടതും നെഞ്ചു പൊട്ടിക്കരഞ്ഞു. എനിക്കെൻ്റെ കുഞ്ഞിനെ ഒരു നോക്കുപോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ അച്ഛ. അതെ, ആ കുഞ്ഞ് ചാപ്പിള്ളായിരുന്നു മോളെ. ആ കുഞ്ഞിനെ കണ്ടിട്ട് എന്താ, നിന്റെ മനസ്സിൽ പിന്നെ ആ മുഖം എന്നും ഉണ്ടാവും. അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ നിന്നെ കാണിക്കാതെ അതിനെ മറവ് ചെയ്തത്. ഇത് കേട്ട വൈജയന്തി പൊട്ടിക്കരഞ്ഞു. ഞാനും ലാലിച്ചനും എത്ര സ്വപ്നം കണ്ടതാ, അവളെ താലുലിക്കാൻ, അവളെ കൊഞ്ചിക്കാൻ, അവളെ സ്കൂൾ വിടാനെന്നൊക്കെ ഓർത്ത് അവൾ കരഞ്ഞു. ആ ഒരു സമയത്ത് വൈജയന്തിയോട് പറയുന്നുണ്ട് അവളുടെ അച്ഛൻ, നിന്റെ ലാലിച്ചൻ ഒരിക്കലും തിരികെ വരില്ല, അവൻ നിന്നെ ചതിച്ചതാണ്, നീയാണ് വെഡ്ഡിയായത്, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. പക്ഷെ നീ പ്രസവിച്ചെന്നോ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നോ അവിടെ ആരും തന്നെ അറിയാൻ പാടില്ല. നിനക്ക് കേട്ടല്ലോ, നമ്മൾ 3 പേരും മാത്രമേ അറിയാൻ പാടുള്ളൂ. നിന്റെ ദേഹത്ത് വീണ ആ കറങ്ങ് കഴുകി കളഞ്ഞേക്ക് എന്ന് പറയുന്നുണ്ട്. എന്നാൽ സത്യത്തിൽ ലാലിച്ചൻ ഒരിക്കലും വൈജയന്തിയെ ചതിച്ചതായിരുന്നില്ല. ലാലിച്ചനെ തടവിലാക്കായിരുന്നു. കുറേ മാസങ്ങൾക്ക് ശേഷം ലാലിച്ചനൊന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റിയത്. അപ്പോഴേക്കും മറ്റൊരു വിവാഹം ആലോചിച്ച് അവനെ കൊണ്ട് മറ്റൊരു നസ്രാണി പെണ്ണിനെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഒരിക്കലും ലാലിച്ചന് വൈജയന്തിയെ തേടി വരാനോ ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്നോ അവൾ എവിടെയാണെന്ന് പോലും അറിയാനുള്ള ഒരു അവകാശം പോലും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് അറിഞ്ഞത് വൈജയന്തിയെ ആ കുഞ്ഞ് പ്രസവത്തോടു കൂടെ മരിച്ചുപോയെന്നും വൈജയന്തി മറ്റൊരാളുടെ ഭാര്യയാണെന്നും ലാലിച്ചൻ അറിഞ്ഞപ്പോൾ പിന്നെ അവളുടെ ജീവിതത്തിൽ ഒരു കരടാവാതിരിക്കാൻ ലാലിച്ചൻ മടങ്ങായിരുന്നു. എല്ലാം അടങ്ങിയ ആ ഒരു കുറിപ്പ് ആ ഡയറി വായിക്കുന്നുണ്ട്. പക്ഷേ ആ ഡയറിയിൽ ലാലിച്ചൻ വൈജയന്തിയെ ചതിച്ചോണ്ട് പോയ രംഗങ്ങൾ മാത്രമാണ് കേട്ടോ അവിടെ വന്നിട്ടുള്ളത്. അവൾ ആ ഗർഭിണിയായി ആ ഹോസ്പിറ്റലായില്ലേ, ആ ഒരു അവസ്ഥ മാത്രമേ കേട്ടോ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ആ ഒരു ഭാഗം മാത്രമേ വൈജയന്തിക്ക് അറിയൂ. ആ ഒരു ഭാഗം മാത്രമാണ് അവളവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ സത്യാവസ്ഥ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അതിലൊരു ഞാൻ നോവൽ വായിച്ചോട് തന്നെ അതിൻ്റെ പൂർണ്ണ കഥ ഇവിടെ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ അച്ഛൻ അപ്പോഴും അലീനെ കരുതുന്നത് തൻ്റെ അച്ഛനെയും തൻ്റെ അമ്മയെ ചതിച്ചതാണെന്നാണ്. പക്ഷേ സത്യാവസ്ഥ അതല്ല. അലീനയ്ക്ക് പിന്നെ അത് മനസ്സിലാവും, തൻ്റെ അച്ഛൻ ഒരിക്കലും അമ്മയെ ചതിച്ചിട്ടില്ല. അന്ന് അമ്മയെ ചതിച്ചത് അമ്മയുടെ അമ്മയും ആങ്ങളിയും, അതുപോലെ അച്ഛനെ ചതിച്ചതും സ്വന്തം സഹോദരനും അച്ഛനുമാണെന്ന കാര്യവും തന്നെ അവൾക്ക് മനസ്സിലാവുക കുറേ എപ്പിസോഡുകൾക്ക് ശേഷം കേട്ടോ. ഇതാണ് സത്യത്തിൽ നടന്നത്. പക്ഷേ അത് വൈജയന്തിക്കോ അലീനയ്ക്കോ ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെയൊക്കെ ഒരു തെറ്റിദ്ധാരണ മൂലമാണോ ലാലിച്ചൻ്റെ മനസ്സിൽ തന്നെ വൈജയന്തി ചതിച്ചു എന്നാണ്. എന്നാൽ ഇവിടെ വൈജയന്തിയുടെ മനസ്സിൽ തന്നെ ലാലിച്ചൻ ചതിച്ചു എന്ന് തന്നെയാട്ടോ. എന്നാൽ തന്നെ കാണാതെ 2 മാസങ്ങൾക്കപ്പുറം കൊണ്ടുപോയതായിരിക്കും എന്നൊരു ധാരണയിലാണ് ഈ ലാലിച്ചന് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെയാട്ടോ നോവലിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാട്ടോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്.